ഗൈസ്, ക്രൂസ് ഷിപ്പായാലും ടഗ് ബോട്ട് നിർബന്ധമാണ്. ഷിപ്പിനെ പോർട്ടിൽ നിന്നും മെയിൻ ചാനലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ടഗ് ബോട്ട് മസ്റ്റായിട്ട് വേണ്ടി വരും. ഇപ്പോൾ ഉള്ളത് ഫിലിപ്പീനിലാണ്. ഫിലിപ്പീനിലെ റിവറിലൂടെ ഇപ്പോൾ നമ്മൾ മെയിൻ ചാനലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് 2 ടഗ് ബോട്ടാണ് വന്ന് കിടക്കുന്നത്. ഫിലിപ്പീനിലെ ടഗ് ബോട്ട് റെഡി ടു ആക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരു ടഗ് ബോട്ട് ഈ കിടക്കുന്നു, തൊട്ടപ്പുറത്ത് അടുത്ത ടഗ് ബോട്ട്, അതും അടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഇൻ കേസ് ഷിപ്പിലെ ബോത്ത് ത്രസ്റ്റർ അവർക്ക് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള പവർ കിട്ടിയില്ലെങ്കിൽ ടഗ് ബോട്ട് അപ്പം തന്നെ യൂസ് ചെയ്യും. ഇവിടുത്തെ ഇത് മനീല, ഫിലിപ്പീനാണ്. ഇവിടുത്തെ റിവർ ചാനലാണ് ഈ കാണുന്നത്. കണ്ടില്ലേ വാട്ടർ. നമ്മളിവിടെ നിന്ന് മെയിൻ സീയിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ട്രാവലിംഗ് ഉണ്ട്. സോ ചാനലിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ടഗ് ബോട്ടെല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് വേറൊരു ടഗ് ബോട്ട് വന്നിട്ടുണ്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഇൻ കേസ് എങ്ങാനും ഗ്രൗണ്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ടഗ് ബോട്ട് അസിസ്റ്റിന് എത്തും. അല്ലേ, ആ ഭാഗത്തൊക്കെ കിടക്കുകയാണ്. ഇതുവരെ ക്രൂയിസ് പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം മനീല, ഫിലിപ്പീൻ. നമ്മുടെ ഷിപ്പ് ക്രൂസ് ഷിപ്പ് ആയതുകൊണ്ട് അവർ അത്രയ്ക്ക് കെയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലേ, ഗസ്റ്റൊക്കെ വന്നിട്ട് ഗസ്റ്റൊക്കെ വന്ന് സൈഡിൽ നിൽക്കുന്നത്. അവരെല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. നല്ല പവർഫുൾ ടഗ് ബോട്ടായിട്ടാണ് എത്തിക്കുന്നത്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷിപ്പിലെ ബോത്ത് ത്രസ്റ്റർ വെച്ചിട്ട് പോകാൻ പറ്റുമോ, അത് ഈ ടഗ് ബോട്ട് യൂസ് ചെയ്തിട്ട് ആണ് നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റിയതെന്ന്. ടഗ് ബോട്ടിൻ്റെ ആവശ്യം ഒട്ടും വന്നില്ല. ടഗ് ബോട്ടില്ലാണ്ട് നമ്മുടെ ഷിപ്പ് ഇപ്പോൾ പോർട്ടിൽ നിന്നും ലീവായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊപ്പൽഷൻ, ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷനാണ് ഷിപ്പ് റൺ ചെയ്യുന്നത്. ചെയ്താൽ നമുക്ക് പോർട്ട് ഓർ സ്റ്റാർബോർഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെയിം തന്നെ സ്റ്റേൺ ത്രസ്റ്ററും ഉണ്ട്, ബോത്ത് ത്രസ്റ്ററും ഉണ്ട്. സോ ഹെവി വിൻഡൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ടഗ് ബോട്ട് അസിസ്റ്റ് വരാറുള്ളൂ. ഷിപ്പ് മേക്ക് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മേക്ക് ഷിപ്പാണ്. 1250 പാസഞ്ചർ. ഇത് ഫിലിപ്പീൻ, മനീല ഫിലിപ്പീനാണ്. മനീല ഫിലിപ്പീനിൽ നിന്നും മെയിൻ ചാനലിലേക്ക് നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഫൈനൽ ഔട്ട്, മെയിൻ ചാനൽ വരുന്നത്. ഇൻ കേസ് നമുക്ക് മെയിൻ ചാനലിലേക്ക് മൂവ് സാധിച്ചില്ലെങ്കിൽ ടഗ് ബോട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യും. അതാ ടഗ് ബോട്ട് നമ്മുടെ കൂടെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് പവർ ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ടഗ് ബോട്ട് അസിസ്റ്റൻ്റ് അപ്പോൾ തന്നെ കിട്ടും. ഇതിൻ്റെ പ്രൊപ്പൽഷൻ പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷനാണ്. ഇൻ കേസ് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ സംഭവം ഗ്രൗണ്ട് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് 2 സൈഡിലുള്ള ഒരു ടഗ് ബോട്ട് അസിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഒരു ചാനൽ അത്രയ്ക്ക് നാരോ ചാനലാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് ഗ്രൗണ്ട് ആവും. നമുക്ക് ടഗ് ബോട്ട് അസിസ്റ്റ് ഇല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ ഷിപ്പ് മെയിൻ ചാനലിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിഡ്ലൈൻ ലൊക്കേഷനാണ്. നല്ല സൺസെറ്റ് വ്യൂ, എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റും കിഡ്ലൈൻ സ്പോട്ടും. ബോത്ത് ത്രസ്റ്റർ നമ്മുടെ ഷിപ്പ് അത്ര പവർഫുൾ ആയതുകൊണ്ട് ഇപ്പോൾ മെയിൻ പ്രൊപ്പൽഷനാണ് ഷിപ്പ് പുറകോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് പവർ ഫെയിലിയറോ ഗ്രൗണ്ടിങ് ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ടഗ് ബോട്ട് നമ്മളെ അപ്പോൾ തന്നെ അസിസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഷിപ്പ് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ ചാനലിലേക്ക് ലീവ് ആവുന്നത്. ഇത് പല പോർട്ടിലും ഡിഫറെൻ്റ് ആണ്. നല്ല ഹെവി വിൻഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ ടഗ് ബോട്ട് അസിസ്റ്റ് ഇല്ലാണ്ട് ഇവിടുന്ന് മൂവ് ആവാൻ വേണ്ടി സാധിക്കില്ല. സോ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നല്ല കിള്ളൻ ക്ലൈമറ്റാണ് ഇത്. മനില, ഫിലിപ്പൈൻ.